എന്നെ കൊടുത്തു കളിയും ആ മരണത്തിന് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നേരിട്ട് പോയി നോക്കട്ടെ. അപ്പം ദൈവത്തിൻ്റെ അടുത്ത് പോവാണ്, നേരിട്ട് മരണം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളെടുത്ത് അവിടെയും പോവാണ്. അവിടെ യഥാർത്ഥത്തിൽ ചെന്നപ്പം യമദേവൻ അവിടെ ഇല്ല. മൂപ്പര് ആളുകളൊക്കെ ഈ ആത്മാക്കളൊക്കെ പിടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണോ, സ്ഥലത്തില്ല. അപ്പോൾ കുറേ സമയം കാത്തിരുന്നു. പിന്നെ അടുത്ത ദിവസവും മറ്റുമായി വരാൻ. അപ്പോൾ മാത്രമല്ല അവിടെ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹമാണ് ബേജാറാവുന്നത്. ഈ കാത്തിരുന്ന യാജ്ഞവൽക്യനേക്കാൾ ബേജാറ് അദ്ദേഹമാണ്. കാരണം ഒരു ബ്രാഹ്മണ കുട്ടി ഭക്ഷണമൊന്നും കഴിക്കാതെ എന്നെ കാത്ത് ബുദ്ധിമുട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇത് വെറും കഥയല്ല കേട്ടോ, കഠോപനിഷത്തിൽ എഴുതി വെച്ച കാര്യമാണ്. മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ലഭ്യമാണ്. സംസ്കൃതത്തിൽ തന്നെ വായിക്കണമെന്നില്ല, സംസ്കൃത ടെസ്റ്റോട് കൂടി. അപ്പോൾ ഇത് ഏതാണ്ട് ഇതുപോലെ ഈ സാദൃശ്യം ആ കാലത്തൊക്കെ ഈ 2000 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെയുള്ള കൃതികളിൽ പൊതുവേ നമുക്ക് സാദൃശ്യം കാണാൻ പറ്റും. അതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് പറഞ്ഞത്.